ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നും ലോകത്തെ പ്രചോദിപ്പിക്കുന്ന ആ മൂന്ന് മഹത്തായ ആശയങ്ങളുടെ പാരമ്പര്യമാണ് നാം കാണുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. വെൽക്കം ബാക്ക് സോഷിയോ ബാച്ച് നമ്പർ 1, ഫൈനൽ പാർട്ട്. Political factions and the region of terror. By 1792, France was at the war with the foreign powers and facing the internal crisis. 1792-ൽ ഭരണകൂടം രാജവാഴ്ച അവസാനിപ്പിച്ച് ഫ്രാൻസിലെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. എന്നാൽ on 21 September 1792, the National Convention abolished the monarchy and declared France as a republic. ഫ്രാൻസ് 1792-ൽ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ തന്നെ രാജ്യദ്രോഹ കുറ്റത്തിന് ലൂയി 16 രാജാവിനെ ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കുകയും ആ കാലഘട്ടത്തിൽ തന്നെ രണ്ട് പ്രധാന രാഷ്ട്രീയ ഗ്രൂപ്പുകളായിട്ടുള്ള ജാക്കോബിയൻ ക്ലബ്ബുകളും ജെറോണ്ടിയൻസ് ക്ലബ്ബുകളും ആ കാലഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്തായിരുന്നു ഈ ജാക്കോബിയൻസ് ക്ലബ്ബുകളും ജെറോണ്ടിയൻസ് ക്ലബ്ബുകളും? ജാക്കോബിയൻസുകൾ എന്നറിയപ്പെടുന്നത്, അതിനെ നയിച്ചിരുന്നത് മാക്സിമിലിയൻ റോബോസ്പിയർ എന്നറിയപ്പെടുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജന്മിത്ത വ്യവസ്ഥയുടെ പ്രാധാന്യം, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ സാധാരണക്കാരെയും താഴ്ന്ന വിഭാഗങ്ങളെയും പ്രതിനിധീകരിച്ച ഒരു വ്യക്തിയും കൂടെയായിരുന്നു റോബോസ്പിയർ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം കടുത്ത പരിഷ്കാരങ്ങളിൽ വിശ്വസിക്കുകയും ആ കാലഘട്ടത്തിൽ തന്നെ പുതിയ പുതിയ നിയമസംഹിതകൾ സാധാരണക്കാരുടെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കുകയും അല്ലെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. So representing the lower and the middle classes, he believed the equality, strong central government and radical reforms. റാഡിക്കൽ ആയിട്ടുള്ള ഒരു റിഫോംസ് രാജ്യത്തിനകത്ത് കൊണ്ടുവരുന്നതിൽ നിർണായകമായിട്ടുള്ള, എന്താണ് റാഡിക്കൽ എന്ന് പറഞ്ഞാൽ? പുതിയ ചിന്താഗതികൾക്ക് തുടക്കം കുറിക്കുന്നതെന്നാണ് റാഡിക്കൽസ് എന്നറിയപ്പെടുന്നത്. ആ റാഡിക്കൽ ചിന്താഗതികൾക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ തുടക്കം കുറിച്ച ഒരു വ്യക്തിയായിരുന്നു മാക്സ് മില്ലർ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ റോബോസ്പിയർ എന്നറിയപ്പെടുന്ന വ്യക്തി. സോ ദ കൺട്രോൾഡ് ദ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി. രാജ്യസുരക്ഷയുടെയും സാധാരണക്കാരുടെ സുരക്ഷയ്ക്കും വേണ്ടി അദ്ദേഹം പലതരത്തിലുള്ള നിയമസംഹിതകളും ഒരു ഓർഗനൈസേഷനിലുപരി രാജ്യത്തിൻ്റെ ഒരു പുതിയ സുരക്ഷാ സംവിധാനത്തിന് തുടക്കം കുറിച്ച രണ്ട് ഗ്രൂപ്പുകളുമായിരുന്നു ജാക്കോബിയൻ ക്ലബ്ബുകളും രണ്ടാമതായിട്ടുള്ള ജെറോണ്ടിയൻസ് ക്ലബ്ബുകളും. വളരെയധികം സ്വാധീനം സാധാരണക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ച വ്യക്തികളായിരുന്നു ഈ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ ഗ്രൂപ്പുകൾ എന്നറിയപ്പെടുന്നത്. ആൻഡ് ഇനിഷ്യേറ്റഡ് ദ റീജിയൻ ഓഫ് ടെറർ ടു എലിമിനേറ്റഡ് എനിമീസ് ഓഫ് ദ റവല്യൂഷൻ. റവല്യൂഷനുകൾ അല്ലെങ്കിൽ വിപ്ലവങ്ങളിൽ ഇദ്ദേഹത്തിനോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഏതൊരു ചിന്താഗതികൾക്കും എതിരായിരുന്ന, അല്ലെങ്കിൽ രാജാവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഏതൊരു വിഭാഗക്കാരെയും കടുത്ത നടപടികൾ എടുത്തുകൊണ്ട്, ആൻഡ് ഹീസ് എ റീജൻ ഓഫ് ടെറർ, അദ്ദേഹം തന്നെ രാജ്യദ്രോഹി എന്ന് മുദ്രകെത്തിക്കൊണ്ട് എല്ലാവരെയും എലിമിനേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ അതേ നിലപാടുകൾ ഒരു വിഭാഗക്കാരായിരുന്നു ജെറോണ്ടിയൻസുകൾ എന്നറിയപ്പെടുന്നത്. ഉയർന്ന ഇടത്തരം വിഭാഗത്തെ പ്രതിനിധീകരിച്ച മിതമായ പരിഷ്കാരങ്ങളെ പിന്തുണച്ച വിഭാഗക്കാരായിരുന്നു ജെറോണ്ടിയൻസുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തിനകത്ത് ഒരു ഭീകര ഭരണം, അല്ലെങ്കിൽ റീജിയൻ ഓഫ് ടെറർ 1793 മുതൽ 1794, 1793 മുതൽ 1794 വരെ റോബോസ്പിയറിൻ്റെയും അതുപോലെ തന്നെ ജെറോണ്ടിയൻസുകളുടെയും നേതൃത്വത്തിൽ വിപ്ലവത്തിൻ്റെ ശത്രുക്കളെന്ന് സംശയിക്കുന്ന ആയിരക്കണക്കിന് പേരെ ആളുകളെ പിടിച്ച് ഗില്ലറ്റിൻ ഉപയോഗിച്ച് തലവെട്ടി കുലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അസാസിനേറ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു തന്മയത്വമായ രീതിയിൽ രാജ്യത്തിൻ്റെ തന്നെ ഒരു നല്ല ഒരു മിഡിൽ ക്ലാസിൻ്റെ ഒരു വിഭാഗക്കാരായിട്ട് ഉയർന്നു വന്ന ഈ രണ്ട് ക്ലബ്ബുകളും ഒരു സമയം കഴിഞ്ഞപ്പോൾ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഒരു വാക്കുപോലും മിണ്ടുന്ന വിഭാഗക്കാരെ മുഴുവനായിട്ട് കൊല്ലുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു മെഷീനായിരുന്നു ഇതേ കണക്കായിട്ടുള്ള ഗില്ലറ്റിൻ എന്നറിയപ്പെടുന്നത്. 1793 to 1794, the Jacobin used the region of terror to eliminate real and suspected enemies. ഏകദേശം ആയിരക്കണക്കിന് ആളുകളെയാണ് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തലവെട്ടുന്നത്. ആൻഡ് thousands were arrested and tricky quickly and executed by the guillotine. And it was justified as is necessary save the revolution. രാജ്യത്തിനകത്ത് ഒരു റവല്യൂഷൻ സേവ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ആരൊക്കെയാണോ രാജാവിനും അന്നത്തെ ക്ലർജീസിനെയും നോബിൾസിനെയും സപ്പോർട്ട് ചെയ്യുന്നത്, അവരെല്ലാം പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയും കൂടെയായിരുന്നു, അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകളായിരുന്നു ജാക്കോബിയൻസുകളും ജെറോണ്ടിയൻസുകൾ എന്നറിയപ്പെടുന്ന മോഡറേറ്റ് ഗ്രൂപ്പുകളും. ജാക്കോബിയൻസ് റാഡിക്കൽസുകളായിരുന്നുവെങ്കിൽ ജെറോണ്ടിയൻസുകൾ എന്നറിയപ്പെടുന്ന മോഡറേറ്റ് അപ്പർ മിഡിൽ ക്ലാസ്സുകളെ സപ്പോർട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്തവരായിരുന്നു.
ആൻഡ് ഫിയർ ആൻഡ് സസ്പെൻഷൻ സ്പ്രെഡ് ത്രൂ ഔട്ട് ദ നാഷൻസ്. രാജ്യം മുഴുവനായിട്ടും ഒരു ഫിയർ ആൻഡ് സസ്പെൻഷൻസ്, രാജ്യത്തിൽ തന്നെ പൂർണ്ണമായിട്ടുമുള്ള ഒരു പേടി സ്വപ്നങ്ങളായിട്ട് രണ്ട് വിഭാഗക്കാർ മാറുന്നതിന് കാരണമായിട്ട് മാറി. എന്നാൽ റീജൻ ഓഫ് ടെറർ, രാജ്യത്തിൽ ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാകുന്ന സമയത്ത് തന്നെ അവിടെ നടന്ന ഒരു വൈറ്റൽ ചേഞ്ച് ആയിരുന്നു ഡീക്രിസ്ത്യനൈസേഷൻസ് ആൻഡ് ദ ഗില്ലറ്റിൻ. ഗില്ലറ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. ഗില്ലറ്റിൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ റെവല്യൂഷൻസിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടായിരുന്നു. അത് ഒരു സമയം കഴിഞ്ഞതിന് ശേഷം. എന്നാൽ അത് മാത്രമല്ല, നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ടുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ചത് പല വിഭാഗങ്ങളുടെയും അൺനെസസറി ആയിട്ടുള്ള എക്സ്ട്രാ വാഗനൻ്റ് ലൈഫ് സ്റ്റൈലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കത്തോലിക്ക സഭ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. കത്തോലിക്ക സഭ അന്ധവിശ്വാസത്തിൻ്റെ പ്രതീകമായാണ് വിപ്ലവകാരികൾ കരുതിയിരുന്നത്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പാർട്ട് 1 നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഒരു ഡിവൈൻ റൈറ്റ് തിയറിയിലൂടെയായിരുന്നു അന്നത്തെ കിങ് അല്ലെങ്കിൽ ഒരു മൊണാർക്ക് സിസ്റ്റം അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അതിൻ്റെ തുടക്കം എന്നോണമാണ് വിപ്ലവങ്ങൾക്ക് അവിടെ തുടക്കം കുറിക്കുന്നതിന് കാരണമായത്. അവരാദ്യം ചെയ്തത് ഈ വിപ്ലവകാരികൾ പള്ളികൾ അടച്ചുപൂട്ടുകയാണ്. കത്തോലിക്ക സഭയുടെ പള്ളികൾ പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കത്തോലിക്ക സഭയിലെ വിഭാഗക്കാർക്ക് സാലറീഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്നതുപോലെ തന്നെ അന്നത്തെ പള്ളികൾ അടച്ചുപൂട്ടുകയും പരമ്പരാഗതമായിട്ടുള്ള ക്രിസ്ത്യൻ കലണ്ടറിന് പകരം അവിടെ വിപ്ലവ കലണ്ടർ, അതായത് സെക്കുലർ കലണ്ടർ, നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു റവല്യൂഷണറി കലണ്ടർ അവിടെ തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ പാരമ്പര്യപരമായിട്ടുണ്ടായിരുന്ന ഗ്രിഗേറിയൻ കലണ്ടറിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവരെന്ത് ചെയ്യുകയാണ്? ഒരു വിപ്ലവ കലണ്ടറിനെ തുടക്കം കുറിക്കുകയാണ്. അതായത് യുക്തിക്കും ശാസ്ത്രത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു. അതായത് പ്രധാനപ്പെട്ട ഈവൻസുകൾ അത് ശാസ്ത്രത്തിൻ്റെയും യുക്തിക്കും ചേർന്ന രീതിയിലുള്ള അവധികളും അതേപോലെ തന്നെ ഡേറ്റുകളും അവിടെ അതിനകത്ത് മേക്ക് ചെയ്യുകയാണ്. കത്തോലിക്ക സഭയുടെ മുഴുവൻ കലണ്ടർ സിസ്റ്റങ്ങളും അവരെന്ത് ചെയ്യുന്നു? എടുത്തു കളയുന്നു. അതിനുശേഷമായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗില്ലറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട അനുഭവം അവിടെ ഉണ്ടാവുന്നത്. ഗില്ലറ്റിൻ എന്നറിയപ്പെടുന്നത് വിപ്ലവകാലത്ത് വധശിക്ഷ നടപ്പാൻ ഉപയോഗിച്ച യന്ത്രമാണെന്ന് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പേ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ ഏവർക്കും ഒരേ രീതിയിലുള്ള ശിക്ഷ ഉറപ്പാക്കാൻ ഇത് ഉപയോഗിച്ചു. ലൂയി 16 രാജാവ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മേരി ആന്റോനൈറ്റ് രാജ്ഞി, അതുപോലെ തന്നെയാണ് ഇതിലേക്ക് നയിച്ച, നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികളായിരുന്നു റോബോസ്പിയർ എന്നറിയപ്പെടുന്നത്. റോബോസ്പിയർ ആവട്ടെ അല്ലെങ്കിൽ അതിനുശേഷം വന്ന പല വിപ്ലവ നേതാക്കന്മാരോ ആവട്ടെ, അവരെല്ലാവരും അവസാനത്തെ ഒരു സമയമെന്നറിയപ്പെടുന്നത് ഇതേ ഗില്ലറ്റിൻ ഉപയോഗിച്ച് തന്നെയാണ് അവർ വധിക്കപ്പെട്ടത്. അപ്പോൾ ദ മേജർ എക്സിക്യൂഷൻസുകളെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ലൂയി 16 ഉണ്ടായിരുന്നു. അത് എന്താണ് ട്രീസൺസ് ആൻഡ് ദ 21 ജാനുവരി 1973. Queen Mary executed 16 October 1993 and Maximilian the Robespierre അദ്ദേഹത്തിന് 1794 ആഫ്റ്റർ ലൂസിങ് ദ പവർ നഷ്ടപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെയും ഇതേ ഒരു ഇരയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തിനകത്ത് തന്നെ വലിയൊരു വിപ്ലവങ്ങൾക്ക് ശക്തി പ്രാപിക്കുന്നതിൻ്റെ ഒരു തുടക്കം എന്നോണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതി പാർട്ട് എന്നോണം നമുക്ക് ഡീക്രിസ്ത്യനൈസേഷനെയും അതുപോലെ തന്നെ ഗില്ലറ്റിൻ്റെയും നമുക്ക് കുറിച്ച് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ രാജ്യം ഒരു ഭീകര ഭരണത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ അരാജകത്വത്തിൽ നിന്ന് അധികാരത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു നെപ്പോളിയൻ ബോണാപാർട്ട് എന്നറിയപ്പെടുന്ന വ്യക്തി. രാജ്യത്തിനകത്ത് ഭീകര ഭരണമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അന്ന് ആ കാലഘട്ടത്തിൽ തന്നെ, അതായത് ഭീകര ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ഓർഗനൈസുകളുടെ കാലഘട്ടത്തിൽ തന്നെ അവിടെ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമായിരുന്നു ഡയറക്ടറി എന്നറിയപ്പെടുന്നത്. ഡയറക്ടറിയുടെ ഭരണം വളരെയധികം ദുർബലമായിരുന്നു. സാമ്പത്തികപരമായിട്ടുള്ള തകർച്ചയും അഴിമതിയും കാരണം ജനങ്ങൾ ശക്തനായ ഒരു നേതാവിനെ ആഗ്രഹിച്ചു. ഇതിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു നെപ്പോളിയൻ ബോണാപാർട്ട് എന്നറിയപ്പെടുന്ന വ്യക്തി. ഇദ്ദേഹം ഒരു മിലിറ്ററി ഹീറോ ആയിട്ട് കടന്നു വന്നത് തൊട്ടടുത്തുള്ള ഇറ്റലിയിലും ഈജിപ്തിലും വലിയ വിജയങ്ങളിലൂടെ ജനപ്രിയനായിട്ട് മാറി. ആൻഡ് ഹീസ് എ ഫേമസ് ഫോർ ഹിസ് വിക്ടറി ഇൻ ഇറ്റലി ആൻഡ് ദ ഈജിപ്റ്റ്. ഓൺ November 1799 the Napoleon lead a coup and the overthrew the directory. അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയപരമായിട്ടുള്ള ഒരു ഭരണ വ്യവസ്ഥകൾ കാരണം അട്ടിമറിയിലൂടെ ഡയറക്ടറി ഭരണത്തെ പുറത്താക്കിക്കൊണ്ട് അദ്ദേഹം 1800 ഒരു പുതിയ ഭരണഘടന ഉണ്ടാക്കിക്കൊണ്ട് ഫ്രാൻസിൻ്റെ ഒരു പ്രധാന ഭരണാധികാരിയായിട്ട് മാറി. ആൻഡ് ഹി എസ്റ്റാബ്ലിഷ്ഡ് ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബിക്കം ദ ഫസ്റ്റ് കൺസൂൾ ഓഫ് ഫ്രാൻസ് വിത്ത് സ്ട്രോങ് പവർ. 1804 നെപ്പോളിയൻ ക്രൗണ്ട് ഹിംസെൽഫ് എംപറർ ഓഫ് ദ ഫ്രാൻസ് ടു അബ്സല്യൂട്ട് പവർ.
1804 ഫ്രാൻസിൻ്റെ തന്നെ സ്വയം ചക്രവർത്തിയായി, അല്ലെങ്കിൽ തന്നെത്താൻ ഫ്രാൻസിൻ്റെ ഒരു ചക്രവർത്തിയായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എന്തു തന്നെ ആയാലും രാജ്യത്തിനകത്ത് തന്നെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി, ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭരണവ്യവസ്ഥകളിലൂടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അദ്ദേഹം ആഫ്റ്റർ ദ റീജൻ ഓഫ് ടെറർ ഫ്രാൻസ് വിത്ത് ദ എക്സിക്യൂട്ടഡ് ബൈ ദ വാർ, എക്കണോമിക്കൽ ക്രൈസിസ് ആൻഡ് പൊളിറ്റിക്കൽ കറപ്ഷൻസ്, ഒരുപാട് കറപ്ഷൻസുകളുടെ സമയത്ത് നിന്നുകൊണ്ട് ഫ്രാൻസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അതിനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് രാജ്യത്തിനകത്ത് വലിയൊരു ഭരണ വ്യവസ്ഥകൾക്ക് തുടക്കം കുറിച്ചൊരു വ്യക്തിയായിരുന്നു നെപ്പോളിയൻ ബോണപാർട്ട് എന്നറിയപ്പെടുന്നത്. ഒരുപാട് തരത്തിലുള്ള ഭരണ പരിഷ്കാരങ്ങൾ രാജ്യത്തിനകത്ത് അദ്ദേഹം കൊണ്ടുവന്നു. അതിലേത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു, ഒരു വിഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള. അദ്ദേഹത്തിന് തന്നെ ഒരു നെപ്പോളിയൻ കോഡ് ഓഫ് ലോ, നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. നെപ്പോളിയൻ കോഡ് ഓഫ് ലോ എന്നറിയപ്പെടുന്നത് പ്രധാന പരിഷ്കാരങ്ങൾ 1804 തന്നെ നെപ്പോളിയൻ കോഡ് ഓഫ് ലോ എന്നറിയപ്പെടുന്നത്, അതായത് നിയമത്തിന് മുമ്പിൽ അബോളിഷ്ഡ് ദ ഫ്യൂഡൽ പ്രിവിലേജ് ആൻഡ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ടൈറ്റിൽ, ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അവകാശങ്ങളും ടൈറ്റിൽസുകളും പൂർണ്ണമായിട്ടും അദ്ദേഹം ഈ ഒരു കോഡിലൂടെ അവസാനിപ്പിക്കുന്നു. ആൻഡ് റിക്കഗ്നൈസ്ഡ് ദ ഇക്വാളിറ്റി ബിഫോർ ദ ലോ ഫോർ ഓൾ സിറ്റിസൺസ്. സാധാരണ രീതിയിൽ ഒരു ഡെമോക്രാറ്റിക് ചിന്താഗതി പോലെ നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഈക്വലാണ്, എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി അദ്ദേഹത്തിൻ്റെ കോഡ് ഓഫ് സിവിൽ ഓർ ഫ്രാൻസ് എന്നറിയപ്പെടുന്ന പുസ്തകത്തിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയമസംഹിതകളിലൂടെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. പ്രൊട്ടക്ട് ദ പ്രോപ്പർട്ടി റൈറ്റ്സ് ആൻഡ് ഫ്രീഡം ഓഫ് കോൺട്രാക്ട്. രാജ്യത്തിനകത്തുള്ള എല്ലാ ഭരണകൂടങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും അവകാശം ഏതിലും ഉണ്ടായിരിക്കണം. റൈറ്റ്സ് ഓഫ് ദ ഫ്രീഡം ഓഫ് ഇൻ ഓൾ ദ പ്രോപ്പർട്ടീസ്. രാജ്യത്തിനകത്തുള്ള എല്ലാ ലാൻഡുകളിലും എല്ലാ വിഭാഗക്കാർക്കും അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് കത്തോലിക്ക സഭയുമായിട്ടുള്ള സമാധാനം പുനഃസ്ഥാപിക്കുകയാണ്. സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തിരിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു കോൺകോഡ് വിത്ത് ദ പോപ്പ്, രാജ്യത്തിലെ പോപ്പുമായിട്ട് സംസാരിക്കുകയും രാജ്യത്തിനകത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു പുരോഹിത വിഭാഗങ്ങളെ മേക്ക് ചെയ്തെടുക്കുന്നതിനും അദ്ദേഹം സാധിച്ചു. ആൻഡ് കോൺഫ്ലിക്റ്റ് വിത്ത് ദ കത്തോലിക്ക ചർച്ച്, റിക്കഗ്നൈസ് ദ കത്തോലിസം ആസ് എ റിലീജിയൻ ഓഫ് ദ മെജോറിറ്റി. രാജ്യത്തിനകത്ത് ഒരു മെജോറിറ്റി കാത്തോലിക് ചർച്ചിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെ മാറ്റിയെടുക്കുന്നു. അതുപോലെ തന്നെ ഗ്യാരണ്ടഡ് റിലീജിയൻ ഫ്രീഡം ടു ഓൾ സിറ്റിസൺ. എല്ലാ ജനങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊണ്ടുവരുന്നതിനുള്ള ഒരു അവകാശം രാജ്യത്തിനകത്ത് നൽകുന്നു. അതുപോലെ തന്നെയാണ് അദ്ദേഹം രാജ്യത്തിനകത്ത് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ തുടങ്ങിയ ലിസീസ് എന്നറിയപ്പെടുന്ന ഒരു സെക്കൻഡറി സ്കൂൾ. എസ്റ്റാബ്ലിഷ്ഡ് ദ ലിസീസ് ഫോർ ദ സെക്കൻഡറി എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രാധാന്യം രാജ്യത്തിനകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ദ ഫോക്കസ് ഓൺ ദ ഡിസിപ്ലിൻ, മെരിറ്റ് ആൻഡ് ദ പാട്രോട്ടിസം. രാജ്യസ്നേഹവും മെരിറ്റിലൂടെ രാജ്യത്തിനകത്ത് വിദ്യാഭ്യാസ സമ്പ്രദായം. ആൻഡ് ദ ക്രിയേറ്റ് ദ ട്രെയിൻ ലോയൽ ആൻഡ് സ്കിൽഡ് സിറ്റിസൺ. ഒരു നാഷണലിസം രാജ്യത്തിനകത്ത് കൊണ്ടുവരുത്താൻ രാജ്യത്തിലെ എല്ലാ ആളുകളെയും ഒരു മേക്ക് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് പോലെ രാജ്യത്തിനകത്ത് ഒരു സ്കിൽഡ് ആയിട്ടുള്ള സിറ്റിസൺസ് വേണം, എങ്കിലേ രാജ്യത്തിനകത്തോട് ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു വിഷനും അദ്ദേഹം രാജ്യത്തിനകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. എന്നാൽ പോലും രാജ്യത്തിനകത്ത് ഇത്രയും വിഷനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ രാജ്യത്തിലെ മറ്റു യൂറോപ്യൻ യൂണിയനുകൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് പലപ്പോഴും ഒരു പ്രശ്നമുണ്ടാകുകയാണ് ചെയ്തത്. കണ്ടിന്യൂസ് ആയിട്ട് നടന്ന വാർ, കണ്ടിന്യൂസ് ആയിട്ട് മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുന്നതും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും അവരുടെ റൈറ്റ്സുകളിലേക്ക് അൺനെസസറി ആയിട്ടുള്ള ഇടപെടൽ പല രീതികളിലും ശത്രുതാ മനോഭാവം മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് സാഹചര്യങ്ങൾ ഒരുക്കി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ദ കോൺഗ്രസ് ഓഫ് വിയന്ന. ഈ കോൺഗ്രസ് ഓഫ് വിയന്ന കോൺഗ്രസ് 1815 ഒരു വാട്ടർലൂ യുദ്ധം ബ്രിട്ടനുമായിട്ട് നടക്കുകയാണ്. ബ്രിട്ടൻ എന്നറിയപ്പെടുന്നത് അന്ന് സംഘശക്തികളിൽ ഏറ്റവും വലുതും അതുപോലെ തന്നെ നേവൽ ഒരു ഭാഗത്ത് നേവൽ സിസ്റ്റം ഒക്കെ വളരെയധികം മിലിറ്ററി പരമായിട്ട് വളരെ എഫക്റ്റീവുമായിരുന്ന ഒരു രാജ്യവും കൂടിയായിരുന്നു ബ്രിട്ടൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുകയാണ്. അതുവരെയും ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു ഫോർവേഡിങ് ആയിരുന്ന ഒരു വിഷൻ ഉണ്ടായിരുന്ന രാജ്യത്തിനകത്ത് വാട്ടർലൂ വാറിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു പരാജയം അവിടെ ഉണ്ടാകുകയാണ്. ഈ പരാജയത്തിലൂടെ തന്നെ അദ്ദേഹത്തിനെ സെൻറ്റ് ഹെലീന എന്നറിയപ്പെടുന്ന ദ്വീപിലേക്ക് നെപ്പോളിയൻ ദ ആബ്ഡിക്കേറ്റഡ് ആൻഡ് വാസ് എക്സൽഡ് ടു ദ റിമോട്ട് ഐസ്ലാൻഡ് ഓഫ് സെൻറ്റ് ഹെലീന. അദ്ദേഹം സെൻറ്റ് ഹെലീന എന്നറിയപ്പെടുന്ന ദ്വീപിലേക്ക് നാട് കടത്തുകയാണ്. എന്നാൽ ദ ഡിറ്റർമൈൻഡ് ദ റീസ്റ്റോർ ദ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി. അവിടെ ഒരു പുതിയൊരു രാജവാഴ്ചയും പുതിയൊരു പഴയ കാലഘട്ടത്തെ പോലെ തന്നെ ഒരു ഏകശക്തിയായിട്ട് മൊണാർക്ക് സിസ്റ്റം കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പല രീതികളിലും അവിടെ ശ്രമങ്ങൾ വീണ്ടും മറ്റു രാഷ്ട്രങ്ങളിലൂടെ നടത്തുവാനായിട്ട് ശ്രമം നടത്തുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട ശക്തികളായിട്ടുള്ള ഓസ്ട്രിയ, ബ്രിട്ടൻ, റഷ്യ, പ്രേഷ്യ ഇവയെല്ലാം വിയറ്റ്നയിൽ ഒത്തുകൂടിക്കൊണ്ട്
ഓസ്ട്രേലിയ ഒരു ചാൻസലർ മെറ്റർണിക് എന്നറിയപ്പെടുന്ന ഒരു ചാൻസലറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വിയന്ന കോൺഗ്രസ് സെക്ഷൻസ് വാട്ടർലൂ വാറിന് ശേഷമായിരുന്നു ജൂൺ 15. ദ ലീഡിംഗ് പവർ ഓഫ് ദി യൂറോപ്യ മീറ്റ് ദ വിയന്ന ലീഡ് ടു ദ ഓസ്ട്രിയൻ ചാൻസലർ മെറ്റർണിക്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയൊരു ഭരണഘടന കൊണ്ടുവരാനായിട്ട് ഒരു സംഘശക്തിയായിട്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ക്ലിയർ ആയിട്ട് അവിടെ നടക്കുന്നില്ല. അവിടെ ബൂർബൻ പഴയ രാജവംശത്തെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു, വീണ്ടും ഭരണത്തിൽ ഏൽക്കാനായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അതൊക്കെ കുറച്ച് കാര്യങ്ങളാണ് നടന്നുവെങ്കിൽ പോലും രാജവാഴ്ചകൾ കൂടുതലായിട്ടും ശക്തിപ്പെടാൻ സാധ്യത വളരെയധികം കുറവായിരുന്നു. കാരണം ഇത്രയും വിപ്ലവ ചിന്താഗതികളൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ടും റീജൻ ഓഫ് ടെററൊക്കെ അവിടെ നടന്നതുകൊണ്ടും വിപ്ലവങ്ങളെ പൂർണ്ണമായിട്ടും അടിച്ചമർത്താനാണ് അവർ സ്വീകാര്യത കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ ഭാവി കാലഘട്ടത്തിൽ അവിടെ ഒരു ഡെമോക്രാറ്റിക് ചിന്താഗതിയും അതുപോലെ തന്നെ രാജ്യത്തിനകത്ത് തന്നെ പൂർണ്ണമായിട്ടൊരു ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരികയും ചെയ്യുന്നു. ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഫൈനൽ പാർട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇതൊരു രാജ്യത്തിൻ്റെ മാത്രം മാറ്റമായിരുന്നില്ല, ലോകത്തിൻ്റെ തന്നെ ചിന്താഗതിയെ മാറ്റിമറിച്ച ഒരു വലിയ ചരിത്ര മുന്നേറ്റമായിരുന്നു. It is a dismantle an age-old tyranny and the birthed the modern democratic world we live in today. ആശയങ്ങൾ വെറും മുദ്രാവാക്യങ്ങളായിരുന്നില്ല, മറിച്ച് മനുഷ്യരാശിയുടെ എക്കാലത്തെയും വലിയൊരു ഉണർവായിരുന്നു. When the oppressions become to the law, resistance become a fundamental duty. അടിച്ചമർത്തലുകൾക്കെതിരെ ശബ്ദമുയർത്താൻ സാധാരണക്കാർക്ക് കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ. It is a demand sacrifice, struggle and unwavering courage. ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിൻ്റെയും അതിൻ്റേതായിട്ടുള്ള വില നൽകേണ്ടി വന്ന വലിയൊരു റവല്യൂഷൻ. So finally, the Bastille will of centuries ago, but the spirit of equality, it is ignited, continued to inspire every fight for justice across the world today. മറ്റു ഏത് വിപ്ലവങ്ങളെയും ലോകത്തിലേക്ക് ശക്തി പ്രാപിക്കുന്നതിൽ ഫ്രഞ്ച് റവല്യൂഷന് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്.